So dear students, in the last class we learnt about the proper axis of rotation or the CN axis. Let us consider other examples for rotational axis. Xenon tetrafluoride. All of you know about the molecule XCF4. XCF4 molecule has a C4 principal axis and 4 C2 axis. XCF4ന്റെ ഷേപ്പ് സ്ക്വയർ പ്ലെയിനാർ ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ C4 പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. C4 ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടുന്ന ഒരു ആക്സിസ് ആണ് C4 ആക്സിസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല അതിന്റെ സെനോന്റെ ഫ്ലൂറിന്റെ ആറ്റത്തിന്റെയും നടുവിലൂടെ പാസ് ചെയ്യുന്ന ഒരു C2 ആക്സിസും കൂടെ ഉണ്ട്. അത് പെർപെൻഡിക്കുലർ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഈ 4 C2 ആക്സിസ്. നെക്സ്റ്റ് മോളിക്യൂൾ ഇസ് മീതെയിൻ. മീതെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ടെട്രാഹെഡ്രൽ ഷേപ്പ് ആയതുകൊണ്ട് 4 C3 ആക്സിസ് ഉണ്ട്. C3 ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേഷൻ ബൈ 120 ഡിഗ്രി ഗിവ്സ് ആൻ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ്. ഓക്കെ, ആൻഡ് ഓൾസോ 3 C2 ആക്സിസ്. C2 ആക്സിസും കൂടെ ഉണ്ട് മീതെയിന്. ഈ C3 ആക്സിസ് ആണ് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഇതിന് ഈ ആക്സിസ് ഒക്കെ ഉണ്ടോ, ഇതിന്റെ റൊട്ടേഷന് ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. അനദർ മോളിക്യൂൾ ഇസ് അമോണിയ ആൻഡ് ക്ലോറോമീതെയിൻ. അമോണിയ പിരമിഡൽ ഷേപ്പ് ആണ്. ക്ലോറോമീതെയിൻ ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആണ്. ഇവരുടെ സിമെട്രി അല്ലെങ്കിൽ ഇവരുടെ റൊട്ടേഷൻ ആക്സിസ് എന്ന് പറയുന്നത് C3 ആക്സിസ് ആണ്. അതായത് റൊട്ടേറ്റിംഗ് ബൈ 120 ഡിഗ്രി ഗിവ്സ് ആൻ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ്. Another molecule is sulfur hexafluoride. Sulfur hexafluoride ഷേപ്പ് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ 3 C4 ആക്സിസ് ഉണ്ട്, 4 C3 ആക്സിസ് ഉണ്ട്, 6 C2 ആക്സിസ് ഉണ്ട്. അതായത് C4 ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് ഉണ്ടാക്കുന്ന ആക്സിസ് 3 ഉണ്ട്. അതുപോലെ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടുന്ന ആക്സിസ് 4 ഉണ്ട്. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടുന്ന 6 ആക്സിസ് ഉണ്ട്. അതാണ് സൾഫർ ഹെക്സാഫ്ലൂറൈഡിന്റെ പ്രത്യേകത. അപ്പൊ ഒത്തിരി അധികം സിമെട്രി ഉള്ള ഒരു മോളിക്യൂൾ ആണ്. ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആയതുകൊണ്ട് സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. നെക്സ്റ്റ് സൈക്ലോപെന്റ ഡൈനൈൽ ആനയോൺ അല്ലെങ്കിൽ C5H5-. ഇതിന്റെ ഷേപ്പ് പെന്റഗൺ ഷേപ്പ് ആണ്. പെന്റഗൺ ആയതുകൊണ്ട് തന്നെ ഇതിന് C5 ആക്സിസ് ആണുള്ളത്. ഈ മോളിക്യൂളിന്റെ നടുവിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് C5 ആക്സിസ് ആൻഡ് ഓൾസോ 5 C2 ആക്സിസ്. നെക്സ്റ്റ് ഇസ് ബെൻസീൻ. ബെൻസീൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. C6H6 ആണ് ബെൻസീന്റെ ഫോർമുല. എക്സഗൺ ഷേപ്പിലാണ് ഇരിക്കുന്നത്. എക്സഗൺ ഷേപ്പിലാവുമ്പോൾ എക്സഗണിന്റെ നടുവിലൂടെ പാസ് ചെയ്യുന്ന ഒരു C6 ആക്സിസ് ഉണ്ട് അതിന്. അതായത് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടുന്ന ആക്സിസ് ആണ് C6 ആക്സിസ് എന്ന് പറയുന്നത്. ഓൾസോ C2 ആക്സിസ് ഉണ്ട്. അതായത് ഓപ്പോസിറ്റ് എഡ്ജസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഈ C2 ആക്സിസ് എന്ന് പറയുന്നത്. അത് 6 ഉണ്ട് ഈ ബെൻസീന്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് അടുത്ത എലമെന്റ് ഓഫ് സിമെട്രിയിലേക്ക് നമ്മൾ പോവാണ്. പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലെങ്കിൽ മിറർ പ്ലെയിൻ ഓർ സിഗ്മ. ഇതൊക്കെയാണ് അതിന്റെ പേര് എന്ന് പറയുന്നത്. പ്ലെയിൻ ഓഫ് സിമെട്രി ഓർ മിറർ പ്ലെയിൻ ഓർ സിഗ്മ. ഇറ്റ് ഇസ് എ പ്ലെയിൻ വിച്ച് ബൈസെക്ട്സ് ദ മോളിക്യൂൾ ഇൻടു 2 halves which are mirror images of each other. അതായത് ഒരു പ്രതലം സങ്കല്പിക്കുക. മോളിക്യൂളിനെ കൃത്യം പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രതലമാണെങ്കിൽ നമ്മൾ അതിനെ പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലെങ്കിൽ മിറർ പ്ലെയിൻ അല്ലെങ്കിൽ സിഗ്മ എന്ന് വിളിക്കും. There are 3 types of mirror planes in a molecule. One is the vertical plane of symmetry or the vertical plane sigma v. Another is the horizontal plane of symmetry or horizontal mirror plane sigma h. And the other is dihedral plane of symmetry or dihedral mirror plane sigma d. First, let us discuss vertical plane of symmetry or vertical plane mirror plane sigma v. Vertical plane of symmetry sigma v is a symmetry plane that contains the principal axis of rotation of the molecule. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു പ്രതലമാണ്. ആ പ്രതലം മോളിക്യൂളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല അതിലൂടെ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ കടന്നു പോവുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലെങ്കിൽ സിഗ്മ വി എന്ന് വിളിക്കും. അപ്പൊ ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾ ആണ്. ഇതാണ് നമ്മുടെ ഓക്സിജൻ മോളിക്യൂൾ. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ബ്ലൂ കളറിലുള്ളതാണ് 2 ഹൈഡ്രജൻ മോളിക്യൂൾ. ഈ മോളിക്യൂളിന്റെ ഓക്സിജന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്രതലം. ഈ പ്രതലം ഈ മോളിക്യൂളിനെ 2 കൃത്യം ഭാഗമാക്കി മുറിക്കും. അപ്പൊ ഈ പാർട്ട് ഇരിക്കുന്ന അതേപോലെ തന്നെയാണ് ഈ പാർട്ട് ഇരിക്കുന്നതും. ഇനി ഈ പ്രതലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മിറർ പ്ലെയിൻ ആയി 2 കൃത്യം ഭാഗമായിട്ട് മുറിക്കുന്നതുകൊണ്ട് ഇത് മിറർ പ്ലെയിൻ ആയി. മാത്രമല്ല ഇതിലൂടെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് പാസ് ചെയ്യുന്നത്. ഏതാണ് വാട്ടറിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്? വാട്ടറിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് C2 ആക്സിസ് ആയിരുന്നു, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ C2 ആക്സിസ് ഈ പ്രതലത്തിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലെങ്കിൽ സിഗ്മ വി എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ ഇതിലൂടെ റിഫ്ലക്ഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് എക്സാക്ട്ലി ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് ആണ്. അപ്പിയറൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് വാട്ടറിന്റെ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി, ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇനി വാട്ടറിന് ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി മാത്രമല്ല ഉള്ളത്, വേറൊരു വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രിയും കൂടെ ഉണ്ട്. അത് പ്ലെയിൻ ഓഫ് ദ മോളിക്യൂൾ ആണ്. മോളിക്യൂൾ ഇരിക്കുന്ന പ്രതലം സങ്കല്പിക്കാം. മോളിക്യൂൾ ഇരിക്കുന്ന ഈ പ്രതലം ഈ ഓക്സിജൻ മോളിക്യൂളിനെയും 2 ഹൈഡ്രജൻ മോളിക്യൂളിനെയും കൃത്യം പകുതിയായിട്ട് മുറിക്കുന്നുണ്ട്. ഒരു ഭാഗം മുകളിലും മറ്റേ ഭാഗം താഴെയും ആയിരിക്കും. അപ്പൊ ഇത് കൃത്യം 2 ഭാഗമായിട്ട് മുറിക്കുന്ന ഈ പ്രതലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിലൂടെ തന്നെയാണ് C2 ആക്സിസും പാസ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് ആയ C2 ആക്സിസും ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതും ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി സിഗ്മ വി എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ ഇതിലുള്ള റിഫ്ലക്ഷന് ശേഷം നമുക്ക് കിട്ടുന്ന മോളിക്യൂള് ഇങ്ങനെ തന്നെയായിരിക്കും. സെയിം ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതും വാട്ടർ മോളിക്യൂളിന്റെ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ആയിട്ട് കരുതാവുന്നതാണ്. അതായത് വാട്ടർ മോളിക്യൂളിന് 2 വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഒന്ന് ഇതും ഒന്ന് ഈ കാണിച്ചിരിക്കുന്ന പ്ലെയിൻ ഓഫ് സിമെട്രി. ഓക്കെ. Next, let us discuss the second plane of symmetry, the horizontal plane of symmetry, sigma h. A symmetry plane perpendicular to the principal axis of rotation of the molecule is called a horizontal plane of symmetry, sigma h. അതായത് ഒരു പ്രതലം സങ്കല്പിക്കുക, അത് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് അതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി സിഗ്മ എച്ച് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ബോറോൺ ട്രൈഫ്ലൂറൈഡ് ആണ്. ബോറോൺ ട്രൈഫ്ലൂറൈഡ് മോളിക്യൂളിന്റെ പ്രതലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബ്ലൂ കളറിലുള്ള ഈ പ്ലെയിൻ. ഇപ്പൊ ബോറോൺ ട്രൈഫ്ലൂറൈഡിനുള്ള പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C3 ആക്സിസ് ആണ്. ആ C3 ആക്സിസ് പാസ് ചെയ്യുന്നത് ബോറോണിന്റെ സെന്ററിലൂടെയാണ്. ഓക്കെ, ഈ കാണിക്കുന്നതാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ബ്ലൂ കളറിലുള്ള പ്ലെയിൻ ഇരിക്കുന്നത്. ഈ ബ്ലൂ കളറിലുള്ള ഈ പ്ലെയിന് ബോറോണെയും 3 ഫ്ലൂറിൻ ആറ്റത്തിനെയും പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മിറർ പ്ലെയിൻ ആണ്. ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടുന്ന ഒരു പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് വിളിക്കാവുന്നതാണ്. അതായത് പെർപെൻഡിക്കുലർ ടു ദി ദിസ് പ്ലെയിൻ ഇസ് പെർപെൻഡിക്കുലർ ടു ദി principal axis of rotation and so it is called a horizontal plane of symmetry. Okay. The third plane of symmetry is the dihedral plane of symmetry, sigma d. A symmetry plane that contains the principal axis of rotation of the molecule and at the same time bisects the angle between two similar C2 axes adjacent to the principal axis in the molecule is called a dihedral plane of symmetry or dihedral mirror plane, sigma d. ഇത് കുറച്ച് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐഡിൻ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞ മോളിക്യൂളാണ്, ICl4. ഓക്കെ, അപ്പൊ ഈ സെന്ററിൽ കാണിച്ചിരിക്കുന്ന ഈ ബ്രൗൺ മോളിക്യൂളാണ് ഐഡിൻ മോളിക്യൂള്. ക്ലോറിൻ മോളിക്യൂൾസ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ്. ഈ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്ക്വയർ പ്ലെയിനാർ ഷേപ്പ് ആണ്. ഇനി ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C4 ആക്സിസ് ആണ്. അയഡിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന C4 ആക്സിസ്. C4 ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റൊട്ടേഷൻ ബൈ 90 ഡിഗ്രി
ഗിവ്സ് ആൻ ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ അപ്പിയറൻസ്. 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു അപ്പിയറൻസ് കിട്ടുന്നത് കൊണ്ട് ഇതിന് C4 ആക്സിസ് ഉണ്ട്. അത് ഈ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ്. ഇനി ഇതിന് C4 ആക്സിസ് മാത്രമല്ല ഉള്ളത്, ഇതിന് C2 ആക്സിസും കൂടെ ഉണ്ട്. ഈ C2 ആക്സിസ് ആണ് ഈ ബ്ലൂ കളറിലെ ഈ ലൈൻ കാണിച്ചിരിക്കുന്നത്. രണ്ട് C2 ആക്സിസ് ഉണ്ട്. ഒരു C2 ആക്സിസ് രണ്ട് ക്ലോറിൻ ആറ്റത്തിലൂടെയും ഒരു അയഡിൻ ആറ്റത്തിലൂടെ അയഡിന്റെ സെന്ററിലൂടെയും പാസ് ചെയ്യുന്നു. അടുത്ത C2 ആക്സിസ് എന്ന് പറയുന്നത് വേറെ രണ്ട് ക്ലോറിൻ ആറ്റത്തിലൂടെയും അയഡിൻ ആറ്റത്തിലൂടെയും പാസ് ചെയ്യുന്ന ഈ ബ്ലൂ ലൈൻ. ഈ രണ്ട് ബ്ലൂ ലൈനും C2 ആക്സിസ് ആണ്. ഈ രണ്ട് C2 ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ആ പ്ലെയിന്റെ പ്രത്യേകത എന്താ? ആ പ്ലെയിനിലൂടെ പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ രണ്ട് ബ്ലൂ കളറിലുള്ള C2 ആക്സിസിനെ അത് ബൈസെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യം പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഈ പ്ലെയിൻ. ഇനി ഈ പ്ലെയിനിൽ വെച്ച് നമ്മൾ റിഫ്ലക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? രണ്ടും ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ അപ്പിയറൻസ് ആയിരിക്കും. ഈ മോളിക്യൂളിനെ നമുക്ക് ഇപ്പുറത്തും കാണാം, ഈ ആറ്റത്തിനെ നമുക്ക് ഇപ്പുറത്തും കാണാം, ഈ ആറ്റത്തിനെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതായത് ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ അപ്പിയറൻസ് ആണ്. ഈ ആറ്റത്തിനെ നമുക്ക് ഇപ്പുറത്ത് കാണാം, ഇവിടെ ഇരിക്കുന്ന ആറ്റത്തിനെ ഇപ്പുറത്ത് നമുക്ക് കാണുകയും ചെയ്യാം. അതായത് ഇവിടെ വെച്ച് നമ്മൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മിറർ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ അപ്പിയറൻസ് ആണ് കിട്ടുക. ഇവിടെ ഒരു മിറർ ഉണ്ടെന്ന് സങ്കല്പിക്കുക, നമുക്ക് ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ അപ്പിയറൻസ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് വിളിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് വിളിക്കുന്നത്? ഒന്ന്, ഇതിലൂടെ ഈ റെഡ് ലൈനിലൂടെ പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു പോകുന്നുണ്ട്. രണ്ട്, ഈ റെഡ് ലൈൻ രണ്ട് C2 ആക്സിസിനെയും ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റെഡ് ലൈൻ എന്താവുന്നത്? ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി ആവുന്നത്. ഇനി വേറെ റെഡ് ലൈനും ഉണ്ട്. ഈ റെഡ് ലൈനും ഇങ്ങനെ തന്നെയാണ്. ഇതിലൂടെ പ്രിൻസിപ്പൽ ആക്സിസ് ആയ C4 ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ രണ്ട് ബ്ലൂ ലൈൻസിനെയും ഈ റെഡ് ലൈൻ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ റെഡ് ലൈനും എന്താണ്? ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്. That means iodine tetrachloride has two dihedral planes of symmetry or sigma D planes. Okay. ഈ ബ്ലൂ ലൈനെ നമുക്ക് വേണമെങ്കിൽ സിഗ്മ വി വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ആയിട്ടും കരുതാവുന്നതാണ്. ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ അപ്പിയറൻസ് കിട്ടും. അതുപോലെ ഈ ബ്ലൂ ലൈനിൽ ഒരു മിറർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മുടെ മിറർ ഇമേജ് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിന് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ ഈ ബ്ലൂ ലൈൻ C2 ആക്സിസുമാണ്, വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രിയും കൂടിയാണെന്ന് പറയുന്നു. ഇനി ബെൻസീൻ മോളിക്യൂളിനെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ബെൻസീന്റെ ഡൈഹെഡ്രൽ പ്ലെയിൻ ഒന്ന് നമുക്ക് കണ്ടെത്താം. ബെൻസീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സഗൺ ആണ്. ബെൻസീന് എക്സഗൺ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ബെൻസീന്റെ എക്സഗണൽ ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ബെൻസീന് ഓപ്പോസിറ്റ് കോർണേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഈ കോർണറിന്റെ ഓപ്പോസിറ്റ് കോർണർ ഇതാണ്. ഇതിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്. അങ്ങനെ വെർട്ടിക്കൽ പ്ലെയിൻസ് ഓഫ് സിമെട്രി 3 ഉണ്ട്. ഒരെണ്ണം ഇതായിരിക്കും, ഒരെണ്ണം ഇതായിരിക്കും. 3 വെർട്ടിക്കൽ പ്ലെയിൻസ് ഓഫ് സിമെട്രി ഉണ്ട്. ഇനി അതുപോലെ തന്നെ ബെൻസീന് ഡൈഹെഡ്രൽ പ്ലെയിൻസ് ഓഫ് സിമെട്രി ഉണ്ട്. ഈ വട്ടത്തിൽ കാണിച്ചിരിക്കുന്ന ഈ പ്ലെയിൻ ആണ് ഈ ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് എഡ്ജസിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ഓഫ് സിമെട്രി ആണ് ഈ ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഓപ്പോസിറ്റ് എഡ്ജ് ആണ്. ഇനി ഇത് ഒരു ഓപ്പോസിറ്റ് എഡ്ജ് ആണ്. അവിടെ ഒരു ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി വരും. ഇനി ഇത് വേറെ രണ്ട് ഓപ്പോസിറ്റ് എഡ്ജസ് ആണ്. അപ്പൊ അതിലൂടെ വേറെ ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി വരും. അതായത് ബെൻസീന് 3 ഡൈഹെഡ്രൽ പ്ലെയിൻസ് ഓഫ് സിമെട്രി ഉണ്ട്. അതുപോലെ 3 വെർട്ടിക്കൽ പ്ലെയിൻസ് ഓഫ് സിമെട്രിയും ഉണ്ട്. ഓക്കെ. ഇനി ബെൻസീൻ മോളിക്യൂൾ ഇരിക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത്, അതായത് പ്ലെയിൻ ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. കാരണം അത് മോളിക്യൂളിനെ കൃത്യം പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബെൻസീന് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രിയും ഉണ്ട്. അതായത് ബെൻസീൻ has 3 vertical plane of symmetry, 3 dihedral plane of symmetry and 1 horizontal plane of symmetry. Next is a methane molecule. Methane moleculeന്റെ
ഒരു ഹൈഡ്രജനിലൂടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ C3 ആക്സിസ് ആണ് ഉള്ളത്. 4 ഇക്വലന്റ് ആയിട്ടുള്ള C3 ആക്സിസ് മീഥെയിൻ ഉണ്ട്. ഓക്കെ, അതുപോലെ മീഥെയിന് 3 C2 ആക്സിസും കൂടെയുണ്ട്. അത് മാത്രമല്ല 6 ഇക്വലന്റ് സിഗ്മ ഡി പ്ലെയിൻസും മീഥെയിൻ ഉണ്ട്. അപ്പൊ ഇതിലെ 3 സിഗ്മ ഡി പ്ലെയിൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഈ കാണുന്ന പ്ലെയിൻ ആണ്, ഈ കാണുന്ന മിറർ പ്ലെയിൻ ആണ്. ഒന്ന് ഈ കാണുന്ന മിറർ പ്ലെയിൻ ആണ്, വേറൊന്ന് ഈ കാണുന്ന മിറർ പ്ലെയിൻ ആണ്. അങ്ങനെ 6 ഇക്വലന്റ് ഡൈഹെഡ്രൽ പ്ലെയിൻസ് മീഥെയിൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Other examples for plane of symmetry ആണ് ammonia molecule has a 3 vertical plane of symmetry. അമോണിയ മോളിക്യൂളിന്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്, പിരമിഡൽ ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ അമോണിയ മോളിക്യൂളിന്റെ വെർട്ടിക്കൽ പ്ലെയിൻസ് ഓഫ് സിമെട്രി 3 ഉണ്ടാവും. 3 നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി BF3 മോളിക്യൂൾ ബോറോൺ ട്രൈഫ്ലൂറൈഡ് മോളിക്യൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ മിറർ പ്ലെയിൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് മാത്രമല്ല ഇനി അതിന് 3 വെർട്ടിക്കൽ മിറർ പ്ലെയിൻസും കൂടെയുണ്ട്, അതും നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, ലീനിയർ മോളിക്യൂൾസ് ലൈക്ക് HCl has infinite vertical mirror planes and 1 horizontal mirror plane. HCl പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു. C ഇൻഫിനിറ്റി ആക്സിസ് ഉള്ള ഒരു മോളിക്യൂൾ ആണ് HCl എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മിറർ പ്ലെയിൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. വെർട്ടിക്കൽ മിറർ പ്ലെയിൻസ് ആർ ഇൻഫിനിറ്റ് ഇൻ HCl. ഇനി ഒരു ഹൊറിസോണ്ടൽ മിറർ പ്ലെയിൻ ഉണ്ട്. ഈ C ഇൻഫിനിറ്റി ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മിറർ പ്ലെയിൻ ആണ് ഈ ഹൊറിസോണ്ടൽ മിറർ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സിഗ്മ H എന്ന് വിളിക്കും. അപ്പൊ സിഗ്മ H ഒരെണ്ണവും സിഗ്മ V ഇൻഫിനിറ്റും ഉള്ള ഒരു മോളിക്യൂളാണ് HCl. മിക്ക ലീനിയർ മോളിക്യൂൾസും ഇങ്ങനെയാണ്. Another molecule is allene molecule. Allene molecule has 2 dihedral planes of symmetry. Allene molecule എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞ മോളിക്യൂൾ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 CH2 ഗ്രൂപ്പ്സും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് 2 ഡൈഹെഡ്രൽ പ്ലെയിൻസ് ഓഫ് സിമെട്രി ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ദീസ് ആർ ദി പ്ലെയിൻസ് ഓഫ് സിമെട്രി.